ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാട്ട്സ് ഇൻ മൈ ഫോൺ വീഡിയോ ആണ്. ഞാനിങ്ങനെ ഗൂഗിൾ നോക്കിയ സമയത്ത് വാട്ട്സ് ഇൻ മൈ ഫോൺ എന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത സമയത്ത് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പോൾ ഞാനത് കുറച്ച് സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വെച്ചിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാട്ട്സ് ഇൻ മൈ ഫോൺ വീഡിയോ ആയതുകൊണ്ട് തന്നെ എൻ്റെ ലൈക്ക് യൂസ് ചെയ്യുന്ന ഫോൺ, വീഡിയോ എടുക്കുന്ന ഫോൺ എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം സൗണ്ടിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നു. അതുകൊണ്ട് സോ യാ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റീസൺസ് നോക്കിക്കഴിഞ്ഞാൽ വാട്സപ്പ് ഫോട്ടോസ് ആപ്പായിട്ട് കൂട്ടാൻ പറ്റുമോ? ലൈക്ക് അത് ഗാലറി കൂട്ടുന്നില്ലല്ലോ. ഗാലറി കൂട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, പിൻട്രസ്റ്റ് ആൻഡ് സഫാരി, ഇത്രയും ആപ്സ് ആണ് ഞാൻ അഞ്ചനായോ വാട്സപ്പ്, ഇൻസ്റ്റ, സ്നാപ്ചാറ്റ്, പിൻട്രസ്റ്റ്, ഇത്രയും ആപ്സ് ആണ് ഞാൻ ലാസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുന്നത്. മൈ കറന്റ് വാൾപേപ്പർ ഇസ് ലൈക്ക് ഇതാണ് ഒരു എർത്തിൻ്റെ. ഇത് ഞാൻ ഇട്ടതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ഇട്ടതാണ്. യൂഷ്വലി എൻ്റെ കൈയൊക്കെ തട്ടി വാൾപേപ്പറൊക്കെ ഇങ്ങനെ ഞാൻ അറിയാണ്ട് മാറാറുണ്ട്. ചില സമയത്ത് ഞാൻ എൻ്റെ തന്നെ ഫോട്ടോ ഇടാറുണ്ട്. ബട്ട് നൗ ഇറ്റ്സ് ലൈക്ക് ഇതാണ് ലാസ്റ്റ് ഫോട്ടോസ്. യു ക്ലിക്ക് എൻ്റെ ഫോട്ടോസിൽ പോയി കഴിഞ്ഞാൽ എന്താ കാണുന്നുണ്ടോന്ന് അറിയില്ല. ദിസ് ഇസ് ദ ലാസ്റ്റ് ഫോട്ടോ. ലൈക്ക് നമ്മുടെ ലിയോന്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അവൻ ഉറങ്ങുന്ന ഫോട്ടോ, ലിയോന്റെ ഫോട്ടോ ആണ് ലാസ്റ്റ് ഫോട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ എടുത്തതാണ്. എന്താ എനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ കേട്ടോ. സ്ക്രീൻഷോട്ട്സ്, യാ ഇതാണ് സ്ക്രീൻഷോട്ട്സിൽ. ഇത് IRCTCയുടെ എനിക്ക് നാളെ എറണാകുളം വരെ പോകണം. അപ്പം ഞാൻ ഇന്ന് തത്കാലം എൻ്റെ ഒരു ഫ്രണ്ടിന് എടുക്കാനായിട്ട് ഈ ട്രെയിനാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പം അത് സ്ക്രീൻഷോട്ട് എടുത്താണ്. ദാറ്റ്സ് മൈ ലാസ്റ്റ് സ്ക്രീൻഷോട്ട്. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഞാനിങ്ങനെ എൻ്റെ തന്നെ കുറേ അങ്ങനത്തെ കുറേ ഫോട്ടോസ് എടുക്കാറുണ്ട് യൂഷ്വലി. ലൈക്ക് എന്നിട്ട് ഞാൻ അങ്ങനെ ആർക്കും അയക്കൊന്നുമില്ല. ഇതേ കണ്ട് ഇങ്ങനത്തെയൊക്കെ ഭീകരമായ ഫോട്ടോസൊക്കെ ഞാൻ ഇങ്ങനെ എടുത്ത് ചുമ്മാ വെക്കും. കണ്ട ഇങ്ങനെയൊക്കെ പോലുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെക്കും ചുമ്മാ. ഇങ്ങനെയുള്ള അങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത് വെക്കും. അതാണ് ഫണ്ണിയസ്റ്റ് ഫോട്ടോ ഇൻ മൈ ഫോൺ. എൻ്റെ ഡേ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഇങ്ങനെ ഇടാം. അതിൽ ഡെയിലി ആവറേജ് തന്നേക്കുന്ന 11 hours ആണ്. ഇന്നത്തെയാണ് കേട്ടോ. അതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന വാട്സപ്പ് ആണ്. പിന്നെ ക്രോം യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. ദെൻ ഇൻസ്റ്റഗ്രാം, വാട്സപ്പ് ഞാൻ 2 hour യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് അറിയില്ല അതെങ്ങനെ 2 hour വന്നെന്ന്. മേ ബി എൻ്റെ ലാപ്പിൽ വാട്സപ്പ് വെബ് ഓപ്പൺഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ ടൈം എടുക്കും. ഇല്ലല്ലേ, ഫോണിലാണല്ലേ. സോറി ഓക്കെ ഫൈൻ, വിട്ടുതരാം. ആക്ച്വലി സ്പോട്ടിഫൈ എടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് സോങ് ആയിട്ട് കിടക്കുന്നത് മിന്നാമിന്നി ഇത്തിരിപ്പൊന്നിയാണ്. അതല്ല ശരിക്കും ഞാൻ കേട്ടത്. ഇത് ഞാൻ എൻ്റെ ഏട്ടൻ്റെ കുട്ടിയുണ്ട് ഇവിടെ. അപ്പോൾ അവന് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ മിന്നാമിന്നി വെക്കാൻ പറയും. ഈ ഹാനുവിന് മിന്നാമിന്നി അങ്ങനെ പറയും. അപ്പം മിന്നാമിന്നി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ കിടന്ന് ഉറങ്ങും കുറേ കഴിഞ്ഞാൽ. അപ്പോൾ കുറേ അല്ല കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറേ പാടിക്കൊടുത്തു. പിന്നെ മിന്നാമിന്നി ഫോൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോണിൽ വെച്ചിട്ട് ഫോൺ അങ്ങനെ മാറ്റി വെച്ചു. ഫോൺ കൊടുക്കാറില്ല, വെച്ച് വേണ്ട. അപ്പോൾ അതാണ് ഇന്നലെ രാത്രി മിന്നാമിന്നി വെച്ചിട്ട് അതാണ്. പക്ഷെ അതല്ലാണ്ട് ലാസ്റ്റ് സോങ് ഓക്കെ ദാറ്റ് ഡസൻറ്റ് മാറ്റർ അല്ലോ. അപ്പോൾ അതാണല്ലോ ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ സ്പോട്ടിഫൈയിൽ ലാസ്റ്റായിട്ട് കേട്ടേക്കുന്നത് മിന്നാമിന്നിയാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗെയിംസൊക്കെയാണ് കളിക്കുക കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഞാൻ ഒരു 1 വീക്കിന് മുന്നേ പണ്ട് ഞാൻ കളിച്ചിരുന്നൊരു ഗെയിമാണ് 2048 എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ടോ ഈ സംഭവം 2048 എന്ന് പറഞ്ഞിട്ടുള്ള. ഇതിങ്ങനെ നമ്മൾ കളിക്കുന്നവർക്ക് അറിയാം. ഇതിങ്ങനെ ജസ്റ്റ് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഫുള്ള് വരുന്നത്. ലൈക്ക് 2, 4, 8 അങ്ങനെ 2ന്റെ മൾട്ടിപ്പിൾസ്. യെസ് 2ന്റെ മൾട്ടിപ്പിൾസ് ആണ് ഫുള്ള് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ
ഇങ്ങനെ ഈ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ അത് ജോയിൻ ചെയ്യുമ്പോഴുള്ള സൗണ്ട്. അപ്പം ഞാൻ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ലൈക്ക് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കും. അപ്പം എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ഇത് കളിച്ചിട്ട് പിന്നെ വീണ്ടും അതിലോട്ട് ചെയ്യാം. അപ്പോൾ 2048 ഇപ്പം ഞാൻ റീസെൻ്റ്ലി വീണ്ടും കളിക്കാൻ തുടങ്ങിയ ഒരു ഗെയിമാണ്, കുഞ്ഞു ഗെയിമാണ്. അങ്ങനെ ഞാൻ ആക്ച്വലി എല്ലാം OTT യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുവിധം ആമസോൺ, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മൂവീസ് ഡൗൺലോഡ് ചെയ്ത് കാണാറില്ല. ബട്ട് എനിക്ക് തോന്നുന്നു അതെ പൈങ്കിളി, എനിക്ക് പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ ഏതിലായിരുന്നു, ഏതോ മനോരമ മാക്സിൽ എന്തെങ്കിലും ആണ്. അപ്പോൾ അതെനിക്ക് അതിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൈങ്കിളി ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പൈങ്കിളിയാണ് ഞാൻ റീസെൻ്റ്ലി കണ്ടത്. അത് ഡിലീറ്റ് ചെയ്യട്ടെ എന്നായി. പൈങ്കിളിയാണ് ഞാൻ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കണ്ട മൂവി. ഇതാ വാട്സപ്പിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഞാനൊരു എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ അത് സ്റ്റുഡിയോയിൽ ഞാൻ കൊടുത്തിരുന്നു. അപ്പോൾ അത് മേടിച്ചുകൊണ്ടാണ് പറഞ്ഞു. അപ്പോൾ നമ്മളത് മേടിച്ചു വന്നപ്പോൾ ഞാൻ ജസ്റ്റ് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അയച്ചതാണ്. ലാസ്റ്റ് തിങ് യു ഗൂഗിൾഡ്, അത് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഞാൻ ശിവാംഗി എന്ന് പറഞ്ഞൊരു സിംഗർ പ്ലസ് ആക്ട്രസ് ഉണ്ട്, ഭയങ്കര ഫേമസ്. അപ്പോൾ ഞാൻ ആ പുള്ളിക്കാരിയുടെ ജസ്റ്റ് വിക്കിപീഡിയയിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ലാസ്റ്റ് തിങ് ഐ ഗൂഗിൾഡ്. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഇങ്ങനെ കുറേ ഉണ്ടാവുമല്ലോ, 10, 6, 7, 8, 9 അങ്ങനെ പറഞ്ഞിട്ട് കുറേ നമ്മൾ സെറ്റ് ചെയ്യില്ലേ. അതിൽ ഞാൻ കുറേ ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പം കുറേ ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷെ പിന്നെയും വീണ്ടും കുറേ വന്നു. ഇതൊക്കെയാണ്, ഇത്രയും അലാംസ് ഉണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത്രയും അലാംസ് ഉണ്ട് ഇതിൽ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നുള്ളത് ഒരു 2:45, 3 മണി, 3:15 ആ ഒരു ടൈമാണ്. അത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് പാലക്കാടിലോട്ട് വരുന്ന സമയത്ത്, ട്രെയിനിലാവുന്ന സമയത്ത് ഇവിടെ ഷൊർണൂർ എത്താനായിട്ട് ഏകദേശം ആ ഒരു 3:30, 3:15 ആ സമയമൊക്കെ ആവും. അപ്പം ഞാൻ ആ സമയത്ത് വെക്കുന്നതല്ല. പിന്നെ ഉള്ളതൊന്ന് 5 മണി, 5:30, 6 മണി ആ ഒരു ടൈമാണ്. അത് വന്നിട്ട് ഞാൻ ഇവിടുന്ന് തിരിച്ച് ട്രിവാൻഡ്രം പോകുന്ന സമയത്ത് എൻ്റെ ട്രെയിൻ അവിടെ എത്തുന്നത് ആ സമയത്ത് ഒരു 5 മണി, 5:15, 4:45 ആ ഒരു ടൈമിൽ. അപ്പോൾ 4:45 മുതൽ അലാം വയ്ക്കും. പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ ഫുൾ 8 മണി കണ്ടോ, ഫുൾ 8 മണി, 8:30, 8:45, 9 ആ സമയത്താണ് ഞാൻ എണീക്കാറ്. അപ്പം അത് എണീക്കാനുള്ള അലാമാണ്. പിന്നെ എൻ്റെ സ്ക്രം കോളിലുള്ള കുറച്ച് അലാംസ് ഉണ്ട്. അത് 10 to 11 വരെ ഉള്ളതൊക്കെ സ്ക്രം കോൾ അല്ലെങ്കിൽ തത്കാല് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓർമ്മിക്കാനായിട്ട് വേണ്ടിയിട്ട് തത്കാല് ബുക്ക് ചെയ്യേണ്ട ദിവസങ്ങളിൽ ഞാൻ വെക്കുന്നതാണ്. അതാണ് ഈ 11 മണിയുടെ 10:45 അങ്ങനത്തെ അലാം കാണുന്നത്. പിന്നെ 12 മണിയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. നോർമലി പിന്നെ 7:30, 8 മണി, 8:30 അങ്ങനെ കുറേ അലാംസ് ഉണ്ട്. അത് കണ്ടോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ജിമ്മ് പോകാനായിട്ട് ചിലപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ജിമ്മ് പോകാനായിട്ട് വെക്കുന്നതാണ്. ഞാൻ ജിമ്മ് പോകുന്ന 8:30ക്കാണ്. അപ്പം ഞാനൊരു 7:45 മുതൽ അലാം വയ്ക്കും ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് എൻ്റെ അലാംസ്. നമ്പർ ഓഫ് അലാംസ് എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ട്, ഇപ്പോൾ കൗണ്ട് ചെയ്യണ്ടല്ലോ. നമ്പർ ഓഫ് അലാംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാടുണ്ട്, കൗണ്ട് ചെയ്യണ്ടല്ലോ, അത്രയും കുറേ ഉണ്ട്. ഇതാണ് അതേമാതിരി ചിരിക്കുന്ന, കണ്ണെന്ന് വെള്ളം വന്ന് ചിരിക്കുന്ന ഒരു ഇമോജി ഇല്ലേ, ഈ ഇമോജി അയച്ചുതരും. ഈ ഇമോജിയാണ് ലാസ്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, സ്വൈപ്പിംഗ്. ഓക്കെ, ഇത് ഞാൻ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ അതാണ് സംഭവം. അത് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ എടുത്തതാണ്. വേറെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ. സ്റ്റിക്കേഴ്സിൽ പോവാണെങ്കിൽ 1, 2, 3, 4 നോർമൽ മറ്റേ അങ്ങനെ വെക്കുന്ന ഒരു സ്മൈലി ഇല്ലേ, ലൈക്ക് ഒരു അതിൻ്റെ സ്റ്റിക്കറാണ്. ആ സ്മൈലിയുടെ സ്റ്റിക്കറാണ്. 1, 2, 3, 4, 5 ഈ സാധനം കാണുന്നുണ്ടോ ഗൈസ്? സോങ് ഓൺ റിപ്പീറ്റ്. ഞാനിപ്പോൾ
റീസെന്റ് അല്ല, കുറച്ച് എനിക്ക് ഏകദേശം ഒരു മാസമായിട്ട് ഫുൾ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്ന പാട്ടാണ് മറ്റേ ആ പാട്ട്, ഈ പാട്ട്. ആ പാട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസമായിട്ട് ഞാനിങ്ങനെ എപ്പോഴും എന്നും കേൾക്കും, എന്താ അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരിക്കും. കാരണം എന്താ പറയുക, ഞാൻ പൊതുവേ ഇങ്ങനെ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്യുന്ന ഒരാളല്ല. അതായത് ഞാനിങ്ങനെ ഒരാൾക്ക് ഇരുന്ന് അങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒരാളല്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ലൈക്ക് ഞാൻ അവരുടെ ഡെയിലി സംസാരിക്കുക അല്ലെങ്കിൽ ഡെയിലി മെസ്സേജ് അയക്കുക അങ്ങനെയൊന്നുമില്ല. ബട്ട് ഈവൻ ഫ്രണ്ട്സിന് മാത്രമല്ല, ഞാൻ ഈവൻ എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പോലും വിളിക്കാറും മെസ്സേജ് അയക്കാറും ഇല്ല ഡെയിലി. അത് അവരെപ്പോഴും കംപ്ലീറ്റ് പറയും. പക്ഷെ എന്താ പറയുക, അങ്ങനെ വിളിച്ചില്ലെങ്കിലും മെസ്സേജ് അയച്ചില്ലെങ്കിലും ഒന്നും നമുക്ക് ആ ഒരു സ്നേഹം ഇല്ലാണ്ടാവില്ല. അപ്പോൾ അതേപോലെ തന്നെയാണ് ഫ്രണ്ട്സിൻ്റെ അടുത്തും. ഐ ഡോണ്ട് യൂഷ്വലി എന്താ പറയുക ടെക്സ്റ്റ് എവറിഡേ അല്ലെങ്കിൽ കോൾ എവറിഡേ. വേറെ ഒന്നും കൊണ്ടല്ല, അത് എന്താ പറയുക, എനിക്കറിയില്ല, എൻ്റെ സ്വഭാവം അങ്ങനെ പോയി. ഞാൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ മെസ്സേജ് അയക്കുക, ഡെയിലി മെസ്സേജ് അയക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ജസ്റ്റ് ബട്ട് എല്ലാവരും എനിക്കിഷ്ടമാണ്. മീൻസ് ആരടുത്തും അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല. ബട്ട് ഞാൻ അങ്ങനെ ആർക്കും മെസ്സേജ് അയക്കാറില്ല. മെസ്സേജ് അയച്ച് ആ ഒരു ഇത് കീപ്പ് ചെയ്യാറില്ല, കോൺവെർസേഷൻ കീപ്പ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ 100 മെസ്സേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 463 100 മെസ്സേജസ് ആണ് ഉണ്ടായിരുന്നത്. കണ്ടതിൻ്റെ ബാക്കിലായിരിക്കും 463 100 മെസ്സേജസ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ 199+ ഉണ്ട്. 99+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ കണ്ടത്. ഇതൊക്കെ കുറേയൊക്കെ ഗ്രൂപ്പുകളുണ്ട്, പിന്നെ കുറേയൊക്കെ നമ്മൾ എന്നൊക്കെ അയക്കുമ്പോൾ ഓക്കെ അങ്ങനത്തെ ആ കോൺവെർസേഷൻ അവിടെ അങ്ങനെ കുറേ മനസ്സിലായി. അങ്ങനത്തെ കുറേ മെസ്സേജസും ഉണ്ട്. അപ്പോൾ ഏകദേശം 99+ 100 മെസ്സേജസ് ഉണ്ട് എൻ്റെ ഫോണിൽ, വിച്ച് ഇസ് വെരി ബാഡ്, ഐ നോ. ബട്ട് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല അതെന്താണ്. എനിക്കിങ്ങനെ ചിലർക്ക് ഇത് OCD പോലെ, അവർക്ക് ചിലർ എനിക്കറിയാം. അതായത് മെസ്സേജിന് റിപ്ലൈ അയച്ചില്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടെങ്കിലും വെക്കും, സോ ദാറ്റ് ദേ ഡോണ്ട് സീ ദാറ്റ് നമ്പർ ദാറ്റ് കൗണ്ട് ഓൺ ദിയർ ഫോൺ. പക്ഷെ എനിക്ക് അങ്ങനെയില്ല, എനിക്കത് ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പോൾ അതാണ്. ബിക്കോസ് ഐ ഹാവ് എ ഫേക്ക് അക്കൗണ്ട്, ബട്ട് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലൊക്കെ ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഐ ഹാവ് എ ഫേക്ക് അക്കൗണ്ട്. നോക്കട്ടെ, ഇത് പോണം. ഇതാണ് എൻ്റെ ഫോണിലുള്ള ഫസ്റ്റ് ഫോട്ടോ. ലൈക്ക് ഇതൊരു കൃഷ്ണൻ്റെ ഫോട്ടോയാണ്. അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ദാറ്റ്സ് മൈ ഓൾഡസ്റ്റ് ഫോട്ടോ. ഇത് ഞാൻ എൻ്റെ ഇപ്പം വീഡിയോ എടുക്കുന്ന ഫോണിലുള്ള ഫോട്ടോ ആയിരുന്നു. അത് ഇങ്ങോട്ട് എന്താ പറയുക, ഐഫോൺ ട്രാൻസ്ഫർ ചെയ്ത സമയത്ത് വന്നതാണ് കുറച്ച് പഴയ ഫോട്ടോസൊക്കെ. സോ that is my first photo. First കുറേ ഫോട്ടോസ് ഉണ്ട്. ദിസ് ഇസ് മീ വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതൊക്കെ എൻ്റെ സെക്കൻഡ് ഫോട്ടോ എന്തോ ആണ്. സ്പെറിഡിയനിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എടുത്ത, എനിക്ക് തോന്നുന്നു ന്യൂ ഇയറിന് നമ്മൾ ഹാജിയലിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ്. സോ യു കോൾഡ് ഇസ് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിനെയാണ് ഞാൻ വിളിച്ചത്, അരുൺ എന്ന് പറഞ്ഞിട്ട്. അവൻ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ വിളിച്ചതാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൻ്റെ പേര് ഫേവറേറ്റ്സ് എന്നാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൻ്റെ പേര് ഫേവ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഫേവറേറ്റ്സ് എന്ന് തന്നെയാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിൻ്റെ പേര്. സത്യം പറഞ്ഞാൽ ഐ ഡോണ്ട് ഹാവ് എനി വൺ ഇൻ മൈ ഫേവറേറ്റ് ലിസ്റ്റ്. ഇത് കണ്ടു, ആരുമില്ല. ഞാൻ വിളിക്കുന്നവർ എൻ്റെ റീസൺസിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ അവരെ അങ്ങനെ വിളിക്കാറുണ്ട്. ആപ്പ് which you have downloaded but not used. അങ്ങനെ ഒരു ആപ്പിൾ TV ഞാൻ യൂസ് ചെയ്യാറില്ല. വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പക്ഷേ ഐക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് ആപ്പിൾ വണ്ണിൻ്റെ അതുള്ളതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. സോ ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഫോണിലുള്ളത്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.